തിരുവോണത്തിന് രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച്. ഇതാണ് ഞാൻ ഇട്ട അത്തപ്പൂ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. കതവൊക്കെ അടച്ച് മക്കളും ചേട്ടനും ഒക്കെ നേരത്തെ തന്നെ വണ്ടിയിൽ കയറി. ഞാൻ പിന്നെ എല്ലാം ഗേറ്റൊക്കെ അടച്ച് അങ്ങനെ വണ്ടിയിൽ കയറി. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് ഞങ്ങൾ. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിനകത്ത് കയറാനായിട്ട് 2 സൈഡിലായിട്ട് ഇങ്ങനെ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് തൊഴാമെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും മിക്കവാറും ഇവിടെ വരാറുള്ളതല്ല. അപ്പോൾ ഈ തിരക്കിനകത്ത് എപ്പോഴും എങ്ങും നമുക്ക് കയറാനും പറ്റില്ല തൊഴാനായിട്ട്. അപ്പോൾ പുറത്തെല്ലാം തൊഴുത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. രാവിലെ കാപ്പിക്ക് ദോശയും സാമ്പാർ വേണം. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് മക്കൾ വീട്ടിലോട്ട് പോയി, ചേട്ടൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ചേട്ടനും പുറത്തോട്ട് പോയി. പിന്നെ നമ്മൾ താമസമാണല്ലോ അമ്പലത്തിൽ നിന്ന് വന്നത് കൊണ്ടെല്ലാം താമസമാണെല്ലാം കറികളൊക്കെ റെഡിയാക്കാൻ പറ്റിയത്. പിന്നെ കറിയൊക്കെ ഏകദേശം എല്ലാം വെന്ത്. പിന്നെ പപ്പടം വറക്കാനായിട്ട് ചീനിച്ചട്ടിയൊക്കെ വെച്ച് അങ്ങനെ പപ്പടമെല്ലാം വറുത്ത്. പിന്നെ അടപ്രഥമനാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം. അന്നേരം പിന്നെ അത് വെക്കാനാണെങ്കിൽ ഒത്തിരി താമസം എടുക്കത്തില്ല. അപ്പം തന്നെ ഇപ്പോൾ ഒത്തിരി സമയമായതുകൊണ്ട് ഇത് സേമിയാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ സേമിയയുടെ എല്ലാം ഏകദേശം എല്ലാം റെഡിയായി. സേമിയ എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ വെച്ച കറികളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ കാണിക്കാം. പച്ചടി, പരിപ്പ്, പുളിശ്ശേരി, പിന്നെ ബീട്രൂട്ട് തോരൻ, അങ്ങനെ എല്ലാ കറികളും. അപ്പോഴത്തേനും മക്കളെല്ലാം വന്ന്. പിന്നെ നമ്മൾ മിക്കവാറും നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് നമ്മൾ താഴെ പായൊക്കെ ഇട്ട് നിലത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇലയൊക്കെ ഇട്ട് ശർക്കര പുരട്ടി ഉപ്പേരിയൊക്കെ ആദ്യമേ വിളമ്പി. പിന്നെ നാരങ്ങാച്ചാർ, ഇഞ്ചിക്കറി, പിന്നെ മാങ്ങാച്ചാറ്, പിന്നെ ബീട്രൂട്ട് തോരന്, അങ്ങനെ പിന്നെ കുറേ കറികളുണ്ടായിരുന്നു. പച്ചടി, അവിയൽ, തീയൽ. പിന്നെ കറികളെല്ലാം വിളമ്പിക്കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഇട്ട് പിന്നെ പരിപ്പൊഴിച്ച് പപ്പടമൊക്കെ വെച്ച് പിന്നെ അല്പം നെയ്യൂടെ ഒഴിച്ച് കൊടുത്ത് ചോറിൻ്റെ മണ്ടയ്ക്കായിട്ട് ശകലം നെയ്യൊക്കെ ഒഴിച്ച് പഴം വയ്ക്കാണ്ട് അങ്ങനെ പഴമൊക്കെ വെച്ച് അങ്ങനെ ചോറൊക്കെ ഞങ്ങൾക്ക് 4 പേർക്കും വിളമ്പി. ഞങ്ങൾ 4 പേരും ഇരുന്ന്. മോളെ വീഡിയോ പിടിക്കണ മോളും ഉണ്ട്, അതുകൊണ്ടാണ് മോളെ കാണാൻ പറ്റാത്ത. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച്. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി. അങ്ങനെ വീട്ടിലൊക്കെ ചെന്ന് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് പിന്നെ പടക്കം കത്തിക്കണം കൂടുതലും. പിന്നെ അച്ഛനാണെങ്കിൽ ഇതാ പാലൊക്കെ ആയിട്ട് വന്ന്. പിന്നെ സന്ധ്യയായി. പിന്നെ രാത്രി വരെ അവന്മാർ പടക്കം പൊട്ടിയിട്ടായിരുന്നു കൂടുതൽ. എനിക്ക് ഈ പടക്കം അങ്ങനെ ഇഷ്ടമല്ല. പൂത്തിരിയൊക്കെയാണ് കൂടുതലും. എനിക്ക് പടക്കം പൊട്ടുന്ന അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഭയങ്കര ഇതാണ്. അത് അച്ഛനും അവിടെ നിൽപ്പുകൊണ്ട് രാത്രി വരെയും ഇവർക്കിതായിരുന്നു ജോലി, പടക്കം പൊട്ടിയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് അങ്ങനെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഓണം.